പത്മജ വേണുഗോപാലിനെയും സി മുകുന്ദനെയും റോഡ് ഷോയിൽ പ്രധാനമന്ത്രി ഒപ്പം കൂട്ടിയത് ഇരു മുന്നണികൾക്കും ബി.ജെ.പി നൽകുന്ന വലിയ രാഷ്ട്രീയ സന്ദേശം കൂടിയായിരുന്നു. പ്രധാനമന്ത്രിക്ക് ഒപ്പം നിന്നപ്പോൾ രാജ്യം തന്നെ ചേർത്ത് നിർത്തിയ അനുഭൂതിയാണ് തോന്നിയത് എന്നും നാട്ടികയിലെ NDA സ്ഥാനാർത്ഥി സി മുകുന്ദൻ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം തൃശൂരിൽ നടത്തിയ റോഡ് ഷോ ഇടത് വലത് കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയാവുകയാണ്. അതിന് പ്രധാന കാരണം 4 തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ലീഡർ കെ കരുണാകരന്റെ മകളും തൃശൂരിലെ NDA സ്ഥാനാർത്ഥിയുമായിട്ടുള്ള പത്മജ വേണുഗോപാലും 58 വർഷത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാരമ്പര്യം ഉപേക്ഷിച്ച് BJPയിലെത്തിയ നാട്ടിക MLA സി മുകുന്ദന്റെ സാന്നിധ്യവുമാണ്. സ്വരാജ് റൗണ്ടിൽ പ്രധാനമന്ത്രി നടത്തിയ റോഡ് ഷോയിൽ പ്രധാനമന്ത്രിയുടെ ഇരുവശങ്ങളിലും നിന്നിരുന്നത് പത്മജ വേണുഗോപാലും സി മുകുന്ദനുമായിരുന്നു. കോൺഗ്രസിലെയും CPIയിലെയും മൂല്യച്യുതികൾ തുറന്നു കാട്ടിയാണ് പത്മജയും സിയും BJPയിലേക്ക് എത്തുന്നത്. BJPയിലെത്തിയ ശേഷം അവർക്ക് എത്രത്തോളം പ്രാധാന്യം നൽകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് പ്രധാനമന്ത്രിക്കൊപ്പമുള്ള റോഡ് ഷോ. തൻ്റെ ജീവിതത്തിൽ ഇതിൽ പരം മഹാഭാഗ്യം ലഭിക്കാനില്ലെന്നും പ്രധാനമന്ത്രിക്കൊപ്പം പോയപ്പോൾ രാജ്യം തന്നെ ഒപ്പം നിൽക്കുന്ന അനുഭൂതിയാണ് തോന്നിയതെന്നും സി മുകുന്ദൻ പറഞ്ഞു. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ BJPയുമായി ബന്ധപ്പെട്ട ശേഷമാണ് അനുഭവം ഉണ്ടായത്. അത് മറക്കാൻ കഴിയാത്ത അനുഭവം, ജീവിതത്തിൻ്റെ ഭാഗമായി അത് തീർന്നിരിക്കുന്നു. അതാണ് എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് എനിക്ക് പറയാനുള്ളത്. എനിക്ക് എന്ത് സഹായമാണ് വേണ്ടത് എന്നാണ് പാർട്ടി ആലോചനയുടെ അടിസ്ഥാനത്തിൽ പാർട്ടിയുടെ സജീവത ഈ രംഗത്ത് ഉറച്ചു നിന്ന് പോകുകയാണ് എൻ്റെ മനസ്സിലുള്ള സന്തോഷം. ഒരിക്കലും തുറന്നു പറയാൻ പറ്റാത്ത മനസ്സിലത്തെ ഒരു സന്തോഷങ്ങളുണ്ടാക്കും. പിന്നെ സമയങ്ങളിൽ നമ്മളത് പുറത്ത് പറയേണ്ടി വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കോൺഗ്രസിലും CPIയിലും നിരവധി അസംതൃപ്തരുണ്ട്. പാർട്ടിയുടെ തെറ്റായ നയങ്ങൾക്കെതിരെ പലരും തുറന്നു പറച്ചിലുമായി രംഗത്തും വരുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് ഇരു പാർട്ടികളിൽ നിന്നും BJPയിലെത്തിയ നേതാക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ റോഡ് ഷോ നടത്തിയത്. സി മുകുന്ദനും പത്മജ വേണുഗോപാലും വ്യക്തമാക്കുന്നത് നിരവധി ആളുകൾ വൈകാതെ BJPയിലെത്തുമെന്നാണ്. ജനം, തൃശൂർ.